ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് റെസിൻ ആർട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കുറേ ആളുകൾക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. എത്ര ലെറ്റേഴ്സൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാ ലെറ്റേഴ്സും ചെയ്യാൻ പറ്റുമോ, ഏത് മോൾഡിലാണ് ചെയ്യേണ്ടത്, ഇതുപോലെ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുമോ, ഇതുപോലെ ബബിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ഏത് സൈസിലും റെസിൻ ആർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതും കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ലെറ്റേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഇഷ്ടം പോലെ കീ ചെയിൻസും കൂടാതെ ബുക്ക് മാർക്കുകളും ജ്വല്ലറീസും ഒക്കെ നിങ്ങൾക്ക് റെസിൻ ആർട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏതൊക്കെ മെറ്റീരിയൽസാണ് റെസിൻ ആർട്ടിന് വേണ്ടുന്നത്, എത്രയാണ് അതിൻ്റെയൊക്കെ റേറ്റ്, എവിടെ നിന്ന് നിങ്ങൾക്കിത് വാങ്ങാൻ പറ്റും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള മെറ്റീരിയൽസ് റെസിൻ തന്നെയാണ്. ഇതുപോലെ എ പാർട്ടും ബി പാർട്ടും എന്ന രീതിയിൽ വലിയ കുപ്പിയിലും ചെറിയ കുപ്പിയിലുമാണ് ഇത് കാണുന്നത്. ആദ്യത്തെ കുപ്പിയിൽ പാർട്ട് എ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അതുപോലെ രണ്ടാമത്തെ കുപ്പിയിൽ പാർട്ട് ബി എന്ന് എഴുതിയിട്ടും ഉണ്ടായിരിക്കും. ഇതിൻ്റെ റേഷ്യോ വരുന്നത് 2:1 എന്ന റേഷ്യോ ആണ്. അതും ഇതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതായത് 2 സ്പൂൺ എ പാർട്ട് എടുക്കുമ്പം ഹാർഡ്നർ അഥവാ ബി പാർട്ട് എടുക്കേണ്ടത് 1 സ്പൂണാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് മിക്സ് ചെയ്യേണ്ടത്. അതിനകത്ത് ഓൾറെഡി എല്ലാം എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. 2:1 എന്ന റേഷ്യോയിൽ അത് യൂസ് ചെയ്താൽ മാത്രം മതി. ഇത് മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് കപ്പുകളും ഐസ്ക്രീം സ്റ്റിക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഹാർഡ്നറും അതായത് എ പാർട്ടും ബി പാർട്ടും എടുത്തിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. പിന്നീട് നമുക്ക് വേണ്ടുന്ന ഒരു മെറ്റീരിയലാണ് മോൾഡ്. മോൾഡ് എന്തിന് നമ്മൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിൻ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോ ഷേപ്പിലേക്കാക്കാൻ. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. കീ ചെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അതുകൂടാതെ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങിനായിട്ടുള്ള സ്പെഷ്യൽ കൈൻഡ് ഓഫ് മോൾഡുകളും അവൈലബിൾ ആണ്. ഇതുപോലെ ഏത് ഷേപ്പിലും സൈസിലും നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കിത് വാങ്ങാം. പല ടൈപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ക്ലോക്കിൻ്റെയൊക്കെ റൗണ്ട്, അതുപോലെ പല സൈസിലെയും നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ ഈ മോൾഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിലേക്കാണ് റെസിൻ ഒഴിക്കുന്നത്. പിന്നീടുള്ളതാണ് കളേഴ്സ്. കളേഴ്സ് നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണമെങ്കിലും അവൈലബിൾ ആണ്. ഈ കളേഴ്സ് നിങ്ങൾക്ക് റെസിൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ആ മോൾഡിനുള്ളിലെ ഷേപ്പ് റെഡിയായി കിട്ടുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ഇത് കൂടാതെ ഫോയിൽ പേപ്പേഴ്സും ഉണ്ട്. സിൽവർ കളറും ഗോൾഡൻ കളറും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നീട് ഇതുപോലെ ഗ്ലിറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ഗ്ലിറ്റേഴ്സും നിങ്ങൾക്ക് സെയിം രീതിയിൽ തന്നെ കളേഴ്സ് എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ആ റെസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് മോൾഡിലേക്ക് ഒഴിച്ച സെയിം രീതിയിൽ തന്നെ ഈ പേപ്പേഴ്സും അതുകൂടാതെ തന്നെ ഈ ഗ്ലിറ്റേഴ്സും നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളതാണ് ഡ്രൈഡ് ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആർട്ടുകൾ റെസിൻ്റെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ അതിനകത്ത് കുഞ്ഞു ലീഫുകളും അതുപോലെ പൂക്കളുമാണ് ഉള്ളത്. ഇത് ഡ്രൈഡ് ആയിട്ടുള്ളതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ജുവൽസിന് വേണ്ടിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു കൈൻഡ് ഓഫ് ആർട്ട് വർക്കിന് വേണ്ടിയിട്ടും റെസിൻ ആർട്ട് വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏത് ഷേപ്പിലും ഏത് സൈസിലും ഇതുപോലെ ചെയ്തെടുക്കാം. റെസിൻ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഇതുപോലെയുള്ള ഡ്രൈഡ് ഫ്ലവേഴ്സാണ്. കാരണം അത് റെസിൻ വർക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കുന്നു. അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇനി ഇത് എവിടെ നിന്നും വാങ്ങാമെന്ന് നോക്കാം. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് വാങ്ങാം. മീഷോയിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ഷോപ്സി, ആമസോൺ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്കിത് വാങ്ങാൻ പറ്റും. അല്ലാതെ ലോക്കൽ സ്റ്റോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്നും വാങ്ങാൻ പറ്റും. ഇവിടെ എല്ലായിടത്തും തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫുൾ കിറ്റോടെ തന്നെ കിട്ടും. അപ്പം നിങ്ങൾക്ക് കുറേ യൂസ്ഫുൾ ആയിരിക്കും. ഇതിനകത്ത് റെസിൻ ഉണ്ട്, കൂടാതെ മോൾഡ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്, ഗ്ലിറ്റേഴ്സ് ഉണ്ട്, ഫോയിൽ പേപ്പേഴ്സ് ഉണ്ട്, കീ ചെയിൻ്റെ ചെയിൻസ് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, കൂടാതെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കുകളും കപ്പുകളും എല്ലാം കൂടെ ചേർന്നതാണ് ഈ ഒരു കിറ്റ് വരുന്നത്. പിന്നെ ഡിഫറെൻറ്റ് പാക്കേജസ് പോലെയുള്ളതും ഉണ്ട്. വേറെ മോൾഡോ അതുകൂടാതെ കളേഴ്സ് കൂടുതലായിട്ട് വരുന്നതും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇത് കൂടാതെ നിങ്ങൾക്ക് റെസിൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം, മോൾഡ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയും ചെയ്യാം. കൂടാതെ ഇഷ്ടമുള്ള ഡ്രൈഡ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാം. സെപ്പറേറ്റ് ആയിട്ട് കളേഴ്സ് വാങ്ങാൻ പറ്റും. അങ്ങനെ എല്ലാം തന്നെ റെസിൻ ആർട്ടിന് വേണ്ടുന്ന എല്ലാം തന്നെയും ഇവിടുന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ റേറ്റ് എത്ര വരുമെന്ന് നോക്കാം.
മുമ്പേ നമ്മൾ പറഞ്ഞ ഈ ഒരു കിറ്റിൻ്റെ വില വരുന്നത് 572 രൂപയാണ്. ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെയാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുവഴിയും ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നതാണ്. പിന്നീട് അതനുസരിച്ചുള്ള ചെറിയ ചെറിയ ഡിസ്കൗണ്ടുകൾ 10 രൂപ 15 രൂപ അങ്ങനെയൊക്കെ കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. പിന്നീട് ഡിഫറെൻറ്റ് പാക്കേജസ് ഉള്ളതുകൊണ്ട് തന്നെ നോക്കിയെടുക്കണം. ഈ ഒരു പാക്കേജിന് വരുന്ന 620 രൂപയാണ്. ഇതിൽ മോൾഡിന് എന്തോ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളായിരുന്നു. അപ്പോൾ അതിന് 620 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ വേണം എന്നുള്ളത്. പിന്നീട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ റെസിന് മാത്രം 236 രൂപയാണ്. ഓൺലൈൻ പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 208 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് കിട്ടും. എന്തായാലും 200 പുറത്ത് രൂപയാണ്. പിന്നീട് മോൾഡിന് മാത്രമായിട്ട് 335 രൂപയോളം ആകും. അതും സൈസ് അനുസരിച്ചും ഷേപ്പ് അനുസരിച്ചും അതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ വലിയൊരു കിറ്റ് വാങ്ങിയാൽ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ആദ്യത്തെ കിറ്റിൽ തന്നെ നിങ്ങൾക്കെല്ലാം ചെയ്ത് നോക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ മോൾഡും റെസിനും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഡിഫറെൻറ്റ് ചാർജസ് ആയിരിക്കും. പിന്നീട് വരുന്നത് ഇതുപോലെ കളേഴ്സാണ്. 6 കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിന് വരുന്നത് 196 രൂപയാണ്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് അതിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഫോയിൽ പേപ്പർ ഉണ്ട്. 112 രൂപയാണ് വരുന്നത്. വെറും 3 ഫോയിൽസേ ഉള്ളൂ, പക്ഷേ എന്നാലും 112 രൂപയാണ് വില വരുന്നത്. പിന്നീട് ഡ്രൈഡ് ഫ്ലവേഴ്സാണ്. 219 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം 200-ന് പുറത്തോട്ട് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് റെസിൻ ആർട്ടിന് ഇത്രയധികം റേറ്റ് വരാനുള്ള കാര്യം. റെസിൻ വെച്ച് ആർട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. ഈ ഒരു കിറ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് റെസിനും മോൾഡും ഗ്ലൗസും അതുപോലെ തന്നെ ഗ്ലിറ്റേഴ്സും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഉറപ്പായിട്ട് റെസിൻ്റെ പെൻഡൻ്റ് എല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.